ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 82. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീകാണ്ഡപടലീം ഉഭാഭ്യാമൂരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യുഃ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരികുംഭദ്വയമസി. ശ്രീ മഹാദേവിയുടെ കാലുകളുടെ വർണ്ണനയാണ് കവി ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. അല്ലയോ പർവ്വതരാജപുത്രിയായ പാർവതി, നിന്തിരുവടിയുടെ 2 ഊരുക്കളുടെയും ലാവണ്യാതിശയത്തെ ഉപമിക്കുന്നത് ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളോടും സുവർണമയമായ വാഴത്തടകളോടുമാണ്. അവയോട് ഉപമിക്കുന്നുവെങ്കിലും ഇവ രണ്ടിൻ്റെയും ആകാരഭംഗിയെയും ജയിക്കുന്നതാണ് നിന്തിരുവടിയുടെ ഊരുക്കൾ എന്നു പറയുന്നു. പതിയായ ശ്രീ മഹാദേവനോടുള്ള ശുശ്രൂഷാദി കർമ്മങ്ങളിൽ ഏറ്റവും ശ്രദ്ധാലുവായ നിന്തിരുവടി അവിടുന്ന് അത് വേദവിധിപ്രകാരം ചെയ്യുന്നു. പ്രതിദിനമുള്ള പതിയോടുള്ള ശോഭനമായ നമസ്കാരവും പൂജാകർമ്മങ്ങളും കാരണം അവിടുത്തെ ഊരുക്കളും ജാനുക്കളും കഠിനമായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു. നിന്തിരുവടി അവിടുത്തെ ജാനുക്കൾ ഐരാവതത്തിൻ്റെ മസ്തകങ്ങളെയും ജയിക്കുന്നു എന്നാണ് കവി പറയുന്നത്. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീകാണ്ഡപടലീം ഉഭാഭ്യാമൂരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യുഃ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരികുംഭദ്വയമസി. ശ്ലോകം 83. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിശം ഗൗജം ഘേതേ വിഷമവിശിഖോ ബാഢമകൃത യദഗ്രേ ദൃശ്യന്തെ ദശശരഫലാഃ പാദയുഗളീ നഖാഗ്രച്ഛത്മാന സുരമകുടശാണൈക നിശിതാഃ. ശ്രീ മഹാദേവിയുടെ മുഴങ്കാലുകളുടെ വർണ്ണനയാണ് ഈ ശ്ലോകത്തിലൂടെ കവി വർണ്ണിക്കുന്നത്. അല്ലയോ അചലനന്ദിനി, മന്മഥൻ തൻ്റെ 5 ബാണങ്ങളെ രുദ്രനെ തോൽപ്പിക്കുവാനായി ഇരട്ടിച്ച് നിറച്ചുവെച്ച തുണീരമാണ് നിന്തിരുവടിയുടെ മുഴങ്കാലുകൾ എന്ന് പറയുന്നു. അത് നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. കാരണം നിന്തിരുവടിയുടെ ശോഭയേറുന്ന നഖചന്ദ്രകാന്തിയാണ് ഇവിടെ അതിനായി സൂചിപ്പിക്കുന്നത്. മന്മഥൻ്റെ 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രാകൃതി പൂണ്ട അഗ്രങ്ങൾ നന്നായി ശോഭിക്കുന്നുണ്ട്. അത് നിന്തിരുവടിയുടെ നഖങ്ങളായി ഭവിച്ചിരിക്കുന്നു എന്ന് ഉപമിച്ചിരിക്കുന്നു. കാരണം സകല ദേവാദികളും അവിടുത്തെ ചരണകമലങ്ങളെ സദാ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദേവേന്ദ്രാദികളുടെ കിരീടമാകുന്ന ശാണകളിൽ നല്ലവണ്ണം തേച്ചു മൂർച്ച കൂട്ടപ്പെട്ട 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രാകൃതി പൂണ്ട അഗ്രങ്ങൾ നിന്തിരുവടിയുടെ നഖാഗ്രങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു എന്ന് പറയുകയാണ് കവി. മന്മഥൻ തൻ്റെ ബാണങ്ങളെ നിറച്ചുവെച്ച തൂണീരം അഥവാ ആവനാഴിയായി അമ്മയുടെ മുഴങ്കാലുകളെ ഉപമിച്ചിരിക്കുന്നു. ആ ആവനാഴിയിലെ അമ്പുകൾ ദേവകിരീടങ്ങളായ ഉരകല്ലിൽ തേച്ച് മൂർച്ച കൂട്ടിയിരിക്കുന്നു. അവയുടെ അഗ്രം ശോഭയോടെ വിളങ്ങുന്നത് അർദ്ധചന്ദ്രാകൃതിയിലാണ്. അത് നിന്തിരുവടിയുടെ പാദാഗ്രത്തിലെ
10 നഖങ്ങളുടെ ശോഭയാണെന്ന് ഉപമിച്ചിരിക്കുകയാണ്. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക എന്ന് ലളിതാ സഹസ്രനാമവും നിന്തിരുവടിയെ സ്തുതിക്കുന്നു. ശ്ലോകം 84. ശ്രുതീനാം മൂർധാനോ ദധതി തവ യൗ ശേഖരതയാ മമാപ്യേതൗ മാദഃ ശിരസി ദയയാ ധേഹി ചരണൗ യയോഃ പാദ്യം പാദഃ പശുപതി ജടാജൂഢതടിനീ യയോർലാക്ഷാ ലക്ഷ്മീഃ അരുണഹരിചൂഡാമണിരുചിഃ. ജഗന്മോഹിനിയായ ജഗന്മാതാവായ അമ്മയുടെ തൃപ്പാദ വർണ്ണനയാണ് ഈ ശ്ലോകം. അല്ലയോ ജഗന്മാതാവേ, നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ, ചരണകമലങ്ങളെ വേദങ്ങൾ ഉപനിഷദ്രൂപങ്ങളായ തങ്ങളുടെ ശിരസിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഉപനിഷത്തുക്കൾ മഹിമയോടെ ഉദ്ഘോഷിക്കുന്നത് നിന്തിരുവടിയെക്കുറിച്ചാണ്. അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയുടെ ആ തൃപ്പാദങ്ങളെ ഏറ്റവും കരുണയോടെ ദയയോടെ എൻ്റെ ശിരസിലും വയ്ക്കണമേ, അങ്ങനെ ഞാൻ അനുഗ്രഹീതനാകട്ടെ എന്നു പറയുന്നു. നിന്തിരുവടി, അവിടുത്തെ പതിയായ ശ്രീ പരമേശ്വരൻ നിന്തിരുവടിയോടുള്ള സ്നേഹ ബഹുമാനം കൊണ്ട്, പ്രണയം കൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. അപ്പോൾ മഹാദേവൻ്റെ ശിരസിലെ ഗംഗാനദി നിന്തിരുവടിയുടെ പാദകമലങ്ങളിൽ പതിക്കുന്നു. അത് അവിടുത്തേക്കുള്ള പാദ്യമായി ഭവിക്കുന്നു എന്ന് പറയുകയാണ്. അതേപോലെ ശ്രീ മഹാവിഷ്ണു നിത്യവും സന്ധ്യകളിൽ നിന്തിരുവടിയുടെ പാദകമലങ്ങളിൽ നമസ്കരിക്കുന്നു. അപ്പോൾ അവിടെ തൃപ്പാദങ്ങളിൽ ലേപനം ചെയ്തിട്ടുള്ള ലാക്ഷാരസകാന്തി ശ്രീ മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിൽ പതിക്കുന്നു. അതായത് അമ്മയുടെ പാദങ്ങളിൽ ലേപനം ചെയ്തിട്ടുള്ള ആ ചുവന്ന ആ രസത്തിൻ്റെ, ലാക്ഷാരസത്തിൻ്റെ ആ ചുവന്ന കാന്തി ശ്രീ മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിൽ പതിച്ചിട്ട് പ്രകൃത്യാ ശുഭ്രമായ വിഷ്ണു കിരീടകാന്തിയെ അരുണവർണ്ണമാക്കി മാറ്റുകയാണ്. ഇത് നിന്തിരുവടിയുടെ ചരണപത്മങ്ങളുടെ ലാക്ഷാലക്ഷ്മിയാണ്. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂലികയാകുന്നു അമ്മയുടെ പാദകമലങ്ങൾ. ഇത് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ശ്രുതീനാം മൂർധാനോ ദധതി തവ യൗ ശേഖരതയാ മമാപ്യേതൗ മാദഃ ശിരസി ദയയാ ധേഹി ചരണൗ യയോഃ പാദ്യം പാദഃ പശുപതി ജടാജൂഢതടിനീ യയോർലാക്ഷാ ലക്ഷ്മീ അരുണഹരിചൂഡാമണിരുചി. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.